ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ബിന്നിയും ലക്ഷ്മിയും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലക്ഷ്മി കരയുകയാണ്. ഒനിയില് പുറത്തായതിനു ശേഷമുള്ള ഒരു ഗിൽട്ട് ട്രിപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഖേദപ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഗെയിം ഉണ്ടല്ലോ, മസ്താനിയുടെ കൂട്ടുപിടിച്ച് കളിച്ച ആ ഒരു ഗെയിം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എടുത്തു ചാടി ഒനിയിലിനെ കരിവാരി തേച്ച് അങ്ങനെ കളിച്ചൊരു ഗെയിം ഉണ്ടല്ലോ, അതിലുള്ള ഒരു ഖേദപ്രകടനമാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് അവനോട് തന്നെ മാപ്പ് പറഞ്ഞു, എന്നോടും വന്ന് മാപ്പ് പറഞ്ഞു. അത് അത്ര വലിയൊരു തെറ്റാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരില്ല. അത് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റല്ലെങ്കിൽ ഞാനത് ഫോർഗീവ് ചെയ്തു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഒനിയിലിന്റെ അമ്മ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാത്തതിലോ അല്ലെങ്കിൽ നല്ലപോലെ മിണ്ടാത്തതിലോ നല്ലപോലെ പെരുമാറാത്തതിലോ എനിക്ക് ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. കാരണം എന്റെ മോനോട് ആരെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ കാര്യം ചെയ്താൽ ഞാനും ക്ഷമിച്ചു എന്ന് വരില്ല, ഫോർഗീവ് ചെയ്തു എന്ന് വരില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഖേദപ്രകടനം ലക്ഷ്മി നടത്തുന്നുണ്ട്, കരയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒനിയിൽ പുറത്തായത് എന്തോ ലക്ഷ്മി കാരണമാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ ലക്ഷ്മി ഈ രീതിയിൽ പറയുന്നുണ്ട്, ലക്ഷ്മിയുടെ മോനോട് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് എന്തിന്റെ റിപ്ലൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒനിയിലിനോട് ലാലേട്ടൻ ഫാമിലി വീക്കിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഒനിയിൽ പറഞ്ഞിരുന്നു, എന്റെ അമ്മ എല്ലാരെയും വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, ലക്ഷ്മിക്ക് മാത്രം ഉമ്മ കൊടുത്തില്ല, അഫ്കോഴ്സ് കൊടുത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. ബിഗ് ബോസിനകത്ത് ഞാൻ ഇത്രയും സീസൺസ് കണ്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മത്സരാർത്ഥികള് അവരുടെ തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അത് കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവരവരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ ഇമോഷൻസ് പുറത്തേക്ക് വരുന്നതുമല്ല, അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത്, ലക്ഷ്മി ഭയങ്കരമായ രീതിയിൽ ഇത് ഒനിയിലിന്റെ പുറത്താക്കൽ ലക്ഷ്മി കാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ആ രീതിയിലുള്ള ഒരു ഓവർ തിങ്കിങ്ങിൽ വന്ന ഒരു ഇമോഷൻ ആയിരിക്കാം ഇത്. അപ്പൊ വിന്നി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, നമ്മൾ പോലും കാണാത്തൊരു സൈഡാണ് നമ്മുടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ പോയി സോറി പറയാനോ മാപ്പ് അപേക്ഷിക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിന്നി പറയുന്ന ഒരു കാര്യം, നിനക്ക് വേണേ പുറത്തിറങ്ങിയിട്ടും എഫ്സിയുടെ അടുത്ത് പോയി നിനക്ക് ഇത് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതാണ് സംഭവം. എപ്പിസോഡിന്റെ അവസാനം ലക്ഷ്മി ഇന്ന് കരച്ചിലാണ്. ഒനിയിലിന്റെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഖേദപ്രകടനം